ബാപ്പ എന്ന് പറയുന്ന ക്യാരക്ടർ നല്ല വാല്യൂ കൊടുക്കേണ്ട ഒരു ക്യാരക്ടറാണ്. നമ്മൾ പലപ്പോഴും ബാപ്പാനെ കുറിച്ച് അറിയാറില്ല. എൻ്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭർത്താക്കന്മാരുണ്ടല്ലോ, അത് വാപ്പമാര്, കുട്ടികളുടെ വാപ്പാര്, ആ വാപ്പമാരെ കുറിച്ചുള്ള വാല്യൂ മക്കൾക്ക് നിങ്ങൾ നന്നായി പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മമാര് വാപ്പാന്റെ വാല്യൂ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, വാപ്പമാര് ഉമ്മാന്റെ വാല്യൂ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഉണ്ടാവേണ്ടത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ഒരു ഭാഗമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഡോക്ടർ APJ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവര് രാത്രി ഭക്ഷണം കഴിക്കാണ്ട്, APJന്റെ പാപ്പ, APJന്റെ ഉമ്മ, APJ ഇവര് മൂന്നാളും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്, ചപ്പാത്തിയും കറിയും. അപ്പൊ ചപ്പാത്തി ഇങ്ങനെ കൊണ്ടുവച്ചപ്പോ, ഉമ്മ ചപ്പാത്തി കൊണ്ടുപോയി വെച്ചപ്പോ അതിൽ കരിഞ്ഞ ചപ്പാത്തി ഉണ്ട്. അപ്പൊ കരിഞ്ഞ ചപ്പാത്തി ഒക്കെ വേഗം കലാമിന്റെ വാപ്പ എടുത്തിട്ട് കലാമിന്റെ പാത്രത്തിൽ കിട്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് കരിഞ്ഞ ചപ്പാത്തിയാണ് ഇഷ്ടം, നിങ്ങളൊക്കെ മറ്റേത് കഴിച്ചോളി എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കുന്നതൊക്കെ കഴിഞ്ഞതിന് ശേഷം കലാമ് ബാപ്പാന്റെ റൂമിലേക്ക് മെല്ലെ ചെന്നിട്ട് ചോദിച്ചു, അല്ല വാപ്പ, സത്യത്തിൽ നിങ്ങൾക്ക് കരിഞ്ഞ ചപ്പാത്തി ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പൊ വാപ്പ പറഞ്ഞു, എടാ ഇല്ലടാ, കരിഞ്ഞ ചപ്പാത്തി ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ എന്തിനാണെങ്കിൽ അങ്ങനെ പറഞ്ഞത്? നിന്റെ ഉമ്മ രാവിലെ മുതലേ ജോലിയെടുത്ത് ക്ഷീണിച്ച് പല കാര്യങ്ങളും പണിയെടുത്ത് ക്ഷീണിച്ച് വന്നതാണ്. മനഃപൂർവ്വം ആരും ചപ്പാത്തി കരിച്ചുണ്ടാക്കൂല, മനഃപൂർവ്വം ഭക്ഷണം ലേറ്റ് ആക്കൂലല്ലോ, മനഃപൂർവ്വം അതെടുത്ത് വെക്കാൻ മറക്കൂലല്ലോ. എന്നതുപോലെ മനഃപൂർവ്വം ചായയിൽ പഞ്ചസാര കുറയും കൂടുമൊന്നും ചെയ്യൂലല്ലോ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുമായ കാര്യങ്ങളാണ്. മനഃപൂർവ്വം കൂടൂല. അപ്പൊ എന്നതുപോലെ ഒരു സംഭവമാണ് എന്ത്? അത് മനഃപൂർവ്വം ചപ്പാത്തി കരിച്ചതല്ലടാ, അത് കരിഞ്ഞു പോയതാണ്. ഇത്ര ഒരു രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് ഈ അവസാനം ഇപ്പോഴും അധ്വാനിച്ച് ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടുവരും. അതിലെ കുറ്റം ഞാൻ പറഞ്ഞാൽ നിന്റെ ഉമ്മക്ക് ഒരുപാട് വിഷമായി പോടാ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് കലാം പറയുന്നുണ്ട്, ജീവിതത്തിൽ വലിയ ഒരു പാഠമാണ് ഞാൻ അതിലൂടെ പഠിച്ചതെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്, മക്കളുടെ ഉമ്മ വാപ്പാനെ കുറിച്ച് അങ്ങോട്ട് വാല്യൂ. ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, മാതാപിതാക്കൾക്കിടയിൽ തമ്മിൽ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പിണങ്ങാറുണ്ടല്ലോ. അത് അടിപിടി കലാശിക്കൊന്നുമില്ല, ഒരു ചെറിയ പിണക്കാണ്. ഒരു രാത്രിക്കപ്പുറത്തേക്ക് അത് പോകാറില്ല. പിണക്കങ്ങൾ ഉണ്ടാകും, മനുഷ്യന്മാരല്ലേ. ഒരു രാത്രിക്കപ്പുറത്തേക്ക് അത് പോവില്ല. അപ്പോഴത്തേക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവും. അല്ലാഹു തആല നമ്മുടെ നല്ല ബന്ധങ്ങളൊക്കെ നിലനിർത്തട്ടെ. പക്ഷെ അത് ഞാൻ ഭാര്യ മാത്രം അറിഞ്ഞാൽ മതി. അത് മക്കളതിലേക്ക് കൂട്ടാൻ പാടില്ല, മക്കൾ അതിലേക്ക് കൂട്ടാൻ പാടില്ല. ചില വീട്ടിൽ പെണ്ണുങ്ങൾ ചെയ്യുന്നത് തെറ്റുണ്ട്. അതെന്താണെന്നറിയോ? ബാപ്പയും അമ്മയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, ഈ പെണ്ണും ഭർത്താവ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു കക്ഷിയായിരുന്നു, പിന്നെ രണ്ട് കക്ഷികളായി മാറി. അപ്പൊ എന്നിട്ട് ഈ കക്ഷിന്റെ പണി എന്താണെന്നറിയോ? ഘടകകക്ഷികളെ കൂട്ടും കൂടെ. എന്താ മോനെ ഇങ്ങോട്ട് വാ, ഞാൻ ആരെ കുട്ടിയാ? ഉമ്മാന്റെ ഇപ്പാന്റെ കുട്ടി, ഇനി മുതൽ ഉമ്മാന്റെ മാത്രം കുട്ടിയായി മതി. എന്തേ ഉപ്പ എന്താ പറഞ്ഞെന്നറിയോ? ഉമ്മാനെ ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ ആരെ കുട്ടിയാ? ഞാൻ ഉമ്മാന്റെ മാത്രം കുട്ടി. ഘടകകക്ഷി ഒന്നേ. രണ്ടാമത്തെ ഘടകകക്ഷി മോനു സേവ എന്നും ഇവിടെ ഘടകകക്ഷിനെ ഉണ്ടാക്കുന്ന പണിയാ ചില പെണ്ണുങ്ങൾക്ക്. അത് എന്നിട്ട് അടുത്ത കുട്ടീനെ ഉണ്ടാക്കി. ഇനി വാപ്പ വിളിച്ചാൽ പോവോ? ഇല്ല. വെള്ളം ചോദിച്ചാൽ കൊടുക്കുവോ? ഇല്ല. മൂന്നാമത്തെ ഘടകകക്ഷി, നാലാമത്തെ ഘടകം എല്ലാം കിട്ടി. അങ്ങനെ ഒരു ശൂന്യവേളയിൽ ആര് കയറി വരും? ഭർത്താവ് കയറി വരും. എടി ഒരു ഗ്ലാസ് വെള്ളം, മോനെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കും. ഇവിടെ ഒറ്റക്കെട്ടാണ്. ഇവിടെ ഒരു തുള്ളി വെള്ളം വീട്ടിൽ നിന്ന് കിട്ടൂല, അയാൾ ഒറ്റക്ക് മേടിക്കേണ്ടി വരും. മഹാ അബദ്ധമാണിത്. ബാപ്പയും തമ്മിൽ പ്രശ്നമെങ്കിൽ അവർ തമ്മിൽ തീർക്കുക, കുട്ടികളെ അതിലേക്ക് ചേർക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കുട്ടികൾ എന്റെ സംസാരം മനസ്സിലാവുന്ന കുട്ടികളോട് ഞാൻ പറയാണ്, ബാപ്പയും ഉമ്മയും തമ്മിൽ അല്ലെങ്കിൽ ഏട്ടനെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, മനുഷ്യന്മാരല്ലേ. അത് അവർ തമ്മിൽ തന്നെ തീർത്തു. അത് സ്നേഹത്തിന്റെ ഭാഗമാണ്, അല്ലാതെ പ്രശ്നമല്ല. അതൊരു സ്നേഹത്തിന്റെ ഭാഗമാണ്. ആ കച്ചറ എന്നല്ല ഇവിടെ പറയുന്നത്. ആ കച്ചറ ഒരു സ്നേഹത്തിന്റെ ഭാഗമാണ്. അതിന് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. അത് അവർ സ്നേഹമുള്ളിടത്ത് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവും, അല്ലേ? നിങ്ങൾ അനിയനെ ഏട്ടനായിട്ട് അടി ഉണ്ടാക്കാറില്ലേ ചെറിയ രീതിയിലൊക്കെ? അതൊരു മാരകമായ പ്രശ്നമല്ല, അതൊരു രസമാണത്. പക്ഷെ മൂക്കിന്റെ പാലം ഒന്നും ഇടിച്ചു പൊട്ടിക്കാൻ പാടില്ല. മൂക്കിന്റെ പാലം ഇടിച്ചു പൊട്ടിച്ചാൽ പിന്നെ മൂക്കിന്റെ പാലം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മൂക്കിന്റെ പാലം നമ്മൾ കംപ്ലൈന്റ് ആക്കാൻ പാടില്ല. അപ്പോൾ ബാപ്പയും ഉമ്മയും അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ മക്കൾ ആരും അതിൽ ഇടപെടാൻ പോകാതിരിക്കുക. അപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു ഉമ്മ വിളിച്ചിട്ട്, മോനെ അങ്ങനെ ഇല്ലടാ ഇങ്ങനെ ഇല്ലടാ ഇങ്ങനെ, അത് നിങ്ങൾ തമ്മിൽ തീർത്തോളി, ഞങ്ങൾ വെറുതെ വിട്ടേക്കൂ എന്ന് പറയാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഘടകകക്ഷികളൊക്കെ ആയിട്ട് ബാപ്പയും കുട്ടികളൊക്കെ വേറെ ആക്കിയിട്ട് ലാസ്റ്റ് ഈ ബാപ്പയും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ പിന്നെ കുട്ടികളൊക്കെ പുറത്തേക്ക് തരക്കേടുള്ള പരിപാടി. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഞാൻ പറയുന്നത്. സൗന്ദര്യപ്പെടങ്ങൾ ഉണ്ടായിക്കോട്ടെ, മക്കളെ അറിയിക്കാത്ത രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മക്കളോട് പ്രത്യേകിച്ചും എൻ്റെ പെണ്ണുങ്ങളെ ഞാൻ പറയുന്നത്, ബാപ്പ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് അർഹിക്കുന്ന സ്ഥാനം കിട്ടാതെ പോകുന്നുണ്ടോ എന്നെനിക്ക് വല്ലാത്ത സംശയമുണ്ട്. അത് ഭയങ്കര ഞാൻ പലപ്പോഴും ഞാൻ കൺസൾട്ടിങ് ചെയ്യുന്ന ആളല്ലേ, ഞാൻ ഊഹിച്ച കഥ പറയുന്ന ആളല്ലല്ലോ. എത്രയോ കേസുകൾ വരുമ്പോൾ, പ്രത്യേകിച്ചും ചില കുടുംബമൊക്കെ ഗൾഫിൽ കുറേ കാലം 10, 20, 25 കൊല്ലക്കാലം ഗൾഫിലൊക്കെ ജോലി ചെയ്ത്
ബാപ്പ ഗൾഫിൽ നാട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ പെണ്ണിന് തുടങ്ങും, പെണ്ണിന്റെ അസുഖം തുടങ്ങും. എന്താണ്? ഇഷ്ടല്ല. കാരണം എന്താ? 25 കൊല്ലം ഈ പെണ്ണാണ് സമ്പത്ത് കൈകാര്യം ചെയ്തത്. ഇനി അതൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നേതാവായിട്ട് ഭർത്താവ് വീണ്ടും വരുന്നു. സന്തോഷത്തിന് പകരം പെണ്ണ് ഇടങ്ങാറാക്കുകയാണ് ചെയ്യുന്നത് അവിടെ. എന്നിട്ട് ഈ ബാപ്പ കൊളസ്ട്രോളോ ഷുഗറോ പല അസുഖങ്ങളും ഉണ്ടാവും. എന്നിട്ട് ഈ ബാപ്പ വന്നവിടെ ഇരുന്നത് മുതൽ തുടങ്ങി മക്കളൊക്കെ ഒരു കിട്ടി ബാപ്പാനെ പുറത്താക്കി. കാരണം എന്താ? വരുമാനമൊക്കെ വറ്റിയിരിക്കുന്നു, പുള്ളിക്കാരൻ രോഗിയായിരിക്കുന്നു, അങ്ങോട്ട് കെയർ ചെയ്യേണ്ട പ്രായമായിരിക്കുന്നു. അപ്പൊ ഈ പെണ്ണിന് പറ്റുന്നില്ല. നാശമാണത്. അങ്ങനെയുള്ള കുറേ കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് എത്ര ആൾക്കാർ, ഞാൻ ഒരു തവണ സൗദി പോയ സമയത്ത്, ജിദ്ദയിൽ ഉള്ള സമയത്ത്, അവിടെ എത്രയോ ഒരു വർഷം, 30 എത്രയോ വർഷക്കാലം അവിടെ ജോലി ചെയ്ത ഒരാളെ ഏതൊക്കെയോ സാമൂഹിക സംഘടനകളൊക്കെ കൂടിയിട്ട് ടിക്കറ്റ് അവർ സ്പോൺസർ ചെയ്തിട്ട് നാട്ടിലേക്ക് പറഞ്ഞയച്ചു, എക്സിറ്റിൽ പറഞ്ഞയച്ചു. എന്നിട്ട് ഞാൻ പിന്നീട് രണ്ടാമതൊരു തവണ ജിദ്ദയിൽ ചെന്ന സമയത്ത് ഈ മനുഷ്യനുണ്ട് അവിടെ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളല്ലോ എക്സിറ്റ് അടിച്ച് ഇവിടുന്ന് പോയത്, സ്വീകരണമൊക്കെ കിട്ടി പോയത്? അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു തരാം, ആ ഒരു വാപ്പ അത്രയോ 68 or 66 വയസ്സാൾക്കുണ്ട്, മാബൈന സത്തീന എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം ലെവലിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആള്. എന്നിട്ട് ആള് പറഞ്ഞൊരു വാക്കെന്താ, എന്നോട് പറഞ്ഞു ആള്, എനിക്ക് ഇനി നാട്ടിലേക്ക് പോകണ്ട, ഇവിടുന്ന് മരിച്ചാൽ മതി. കാരണം എന്നല്ല അവർക്ക് ആവശ്യം. അവർക്ക് ആവശ്യം എന്നായിരുന്നില്ല, അവർക്ക് ആവശ്യം എന്റെ പൈസയായിരുന്നു. പൈസ കുറഞ്ഞിട്ട് ക്ഷീണമായിട്ട് രോഗിയായിട്ട് വന്നപ്പോൾ അവർ തിരിഞ്ഞു നോക്കുന്നില്ല. എന്റെ പെണ്ണുങ്ങളെ, ഇവിടെ ഉള്ളവർക്ക് നല്ല പെണ്ണുങ്ങളാണ് ഇങ്ങനെയുള്ള പരിപാടിക്ക് വരുള്ളൂ. എന്നാലും ഞാൻ പറയാം, അങ്ങനെ റിട്ടയർഡ് ആയിട്ട് ഇപ്പൊ ജോലി ഇല്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ നമ്മൾ സ്നേഹത്തോടു കൂടെ, ഒന്നുമില്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരു മനസ്സ് നമുക്ക് വേണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ചരിത്രം പറഞ്ഞുതരാം നിങ്ങൾക്ക് അറിയുന്ന ചരിത്രം ഞാൻ ഒന്നുകൂടെ പറയാം. ആ പായസം കൊടുക്കുന്നത് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കണം. ചരിത്രം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, ഇവിടെ പെണ്ണുങ്ങളുടെ ഒക്കെ അവിടെ ആണുങ്ങൾക്ക് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർണായകമായ എല്ലാ ഘട്ടത്തിലും കൂടെ നിന്നവരാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞാലും പൂതി തീരൂല. അത്ര വല്ലാത്ത ക്യാരക്ടറാണ് ഖദീജ ഉമ്മർ റളിയല്ലാഹു അൻഹ. അതായത് ഒരു ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന് ഒരുപാടൊന്നും വിശദീകരിക്കേണ്ടതില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഖദീജ ഉമ്മാന്റെ ചരിത്രത്തിലൂടെ കടന്നുപോയാൽ മതി. എന്താണ് അവിടുത്തെ ചരിത്രം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്യാണം കഴിക്കുമ്പോൾ മഹദിക്ക് 40 വയസ്സ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സ്. ഖുവൈലിദ് എന്ന് പറയുന്ന കോടീശ്വരനായ ഒരു മനുഷ്യന്റെ മകളാണ് ഖദീജ റളിയല്ലാഹു അൻഹ. മക്കക്കാരായ നേരത്തെ 2 കല്യാണം കഴിഞ്ഞ് അതിൽ 2 or 3 മക്കൾ അവർക്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രപ്പോസൽ വരുന്നത്. എന്നിട്ട് മക്കക്കാരായ ആൾക്കാർ കളിയാക്കി, എന്തേ ഖദീജ ഒരു കല്യാണം കഴിച്ച ആളെ കണ്ടോ, സമ്പത്തും ഇല്ല, ഒന്നുമില്ല, വാപ്പയും ഇല്ല, ഉമ്മയും ഒന്നും ജീവിച്ചിരിപ്പില്ല, ഒന്നും ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചോയ്സ് റോങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കക്കാരായ പല പ്രമാണികരായ ആളുകൾ കളിയാക്കി, സമ്പത്തില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ ചെയ്തെന്താണെന്നറിയോ? മക്കക്കാരായ ഉന്നതമായ തറവാട്ടിലുള്ള മൊത്തം ആളുകളെ സൽക്കാരത്തിന് വിളിച്ച് വീട്ടിലേക്ക്, എല്ലാവരും സൽക്കാരത്തിന് വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് ആ സൽക്കാരത്തിന് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല വിളിച്ചത്, ഒരു കാര്യങ്ങൾ അറിയിക്കാനാണ്. എന്താണ്? എനിക്കുള്ള മുഴുവൻ സമ്പത്തും ഞാൻ എൻ്റെ ഭർത്താവിന് കൊടുത്തിട്ടുണ്ട്. ഇനി മേലിൽ എൻ്റെ ഭർത്താവ് സമ്പത്തില്ലാത്ത ആളാണെന്ന് പറയരുത്. ഇനി മുതൽ ഞാനാണ് സമ്പത്തില്ലാത്ത ആള്. എൻ്റെ മുഴുവൻ സമ്പത്തും ഭർത്താവിന് കൊടുത്തിരിക്കുന്നു. എന്താണത്? ഭർത്താവിന്റെ ഫൈനാൻഷ്യൽ ക്രെഡിബിലിറ്റിയെ ഒരാൾ ചോദ്യം ചെയ്തപ്പോൾ, സമൂഹത്തിൽ ചിലർ ചോദ്യം ചെയ്തപ്പോൾ സ്വന്തം സമ്പത്ത് മുഴുവൻ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു, നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ. എന്നിട്ട് പറഞ്ഞു, ഇനി മേലിൽ വേണ്ടി പോകരുത്, എൻ്റെ ഭർത്താവിന്, എൻ്റെ മുഴുവൻ സമ്പത്ത് എൻ്റെ ഭർത്താവിനായിരിക്കുന്നു. അതായത് എൻ്റെ ഭർത്താവ് ഒരു നിലക്കും എവിടെയും 1% പോലും കുറവുണ്ടാവരുത് എന്നാഗ്രഹിച്ച് കട്ടക്ക് നിന്നു, കൂടെ നിന്നു ഖദീജ ഉമ്മർ റളിയല്ലാഹു അൻഹ. ഓരോ ദിവസവും ഖദീജ ഉമ്മ, നമ്മൾ പണ്ടൊരു പാട്ടിൽ ഇങ്ങനെ എന്താണ്, മാണിക്യ മലരായ പൂവി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടിൽ ഒരു വിവാദം ഉണ്ടായിരുന്നു കേരളത്തിൽ 3-4 വർഷങ്ങൾക്ക് മുമ്പ്. എന്താണ്ടായത്? ആ മാണിക്യമലരായ പൂവി എന്ന് പറയുന്ന പാട്ട് സിനിമയിൽ പാടി, അത് തെറ്റാണെന്നാണ് പ്രശ്നം ഉണ്ടായത്. മാണിക്യമലരായ പൂവി എന്ന് പറയുന്ന പാട്ട് സിനിമയിൽ ഒരാൾ പാടിയിട്ടുണ്ട്. അപ്പൊ അത് മുസ്ലിങ്ങളുടെ വികാരം വ്രണപ്പെടുമെന്നാണ് അന്ന് ചില ആളുകളൊക്കെ പറഞ്ഞിട്ട് ചർച്ചയാക്കിയത്. നമ്മളതിന് അന്നേ മറുപടി പറഞ്ഞത്, മുസ്ലിങ്ങളുടെ വികാരം വ്രണപ്പെട്ടിട്ടില്ല. കാരണം ഒരു മുസ്ലിം സിനിമ കാണില്ല. അത് പിന്നെ സിനിമ കണ്ടവൻ പേരിട്ടവനാണ്, പേരിട്ടവന് മാത്രം മുസ്ലിം ആവില്ല. അപ്പൊ ഓൻ ഇസ്ലാമിയത്തില്ല, ഓൻ സിനിമ കണ്ടതാണ്, അതുകൊണ്ട് ഓന് ഇല്ലാത്തൊരു വികാരം വ്രണപ്പെടാൻ ഉണ്ടാവില്ലല്ലോ. അവിടെ എന്താണ്? ആ പാട്ട് സിനിമയിൽ പാടിയതല്ല തെറ്റ്, ആ പാട്ടിന്റെ തെറ്റാണ്. മാണിക്യമലരായ പൂവി എന്ന് പറയുന്ന പാട്ട് സിനിമയിൽ പാടിയതല്ല. ആ പാട്ടിന്റെ അനുപല്ലവിയിൽ പറയുന്നുണ്ട്, കച്ചവടത്തിന് പോയപ്പോൾ ഇങ്ങനെ കണ്ടപ്പോ പ്രണയം തോന്നിയിട്ട് കല്യാണം കഴിച്ചു എന്ന അർത്ഥം വരുന്ന വരി ആ പാട്ടിലുണ്ട്. ആ പാട്ടിന്റെ ഗുരുതരമായ മിസ്റ്റേക്കാണ്. മുസ്ലിമായ മനുഷ്യനെ പാട്ട് പാടാൻ പറ്റൂല.
അതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം, മാപ്പിളപ്പാട്ട് എന്ന പേരിൽ മാപ്പില്ലാ പാട്ടുകളാണ് ഇന്നത്തെ കാലത്തും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുറേ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ കുറേ പാട്ടിറങ്ങി. ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടോട്ടി ടൗണിൽ ഒരു മാപ്പിളപ്പാട്ട് സാഹിത്യവുമായി ബന്ധപ്പെട്ടൊരു സെമിനാർ നടന്നു. ഇപ്പോഴെന്നല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഞാനന്ന് അവിടെ നാട്ടിലെ ഒരു കമ്മിറ്റിയിൽ ചെറിയൊരു സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ കൊണ്ടോട്ടിയിൽ പരിപാടി സംഘടിപ്പിച്ചാണ്. ആ പരിപാടി പങ്കെടുത്തുകൊണ്ട് ഈ അടുത്ത് ഇവിടെ പറഞ്ഞു പോയ മാപ്പിളപ്പാട്ട് സാഹിത്യത്തിൽ ഏറെ പഠനം നടത്തിയിട്ടുള്ള ബാലകൃഷ്ണ പള്ളി കുന്നുമാഷ്, ആ മാഷ് അന്ന് ആ വേദിയിൽ വന്നുകൊണ്ട് മുസ്ലിംസാണ് ബഹുഭൂരിഭാഗം ആ സദസ്സിലുള്ളത്, അവരോട് പറഞ്ഞു, അന്നൊരു പാട്ടുണ്ടായിരുന്നു, ഫാത്തിമ എന്നൊരു പാട്ടുണ്ടായിരുന്നു, ഫാത്തിമ എന്നൊരു പാട്ടിന് ആ പാട്ട്. എന്നിട്ട് ഈ ബാലകൃഷ്ണ മാഷ് പള്ളിക്കുന്നു, അദ്ദേഹം ഒരു മുസ്ലിം സഹോദരനാണ്, അദ്ദേഹം പറയാണ്, മുസ്ലിം സുഹൃത്തുക്കളെ ആ പാട്ട് നിങ്ങൾ പാടരുത്, ആ പാട്ട് നിങ്ങൾ കേൾക്കരുത്. കാരണം നിങ്ങൾക്ക് ഫാത്തിമ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവാചകന്റെ പുണ്യ മോളാണ്. ആ മോളെ ഏതോ ഒരു കാമുകിയെ വിളിക്കുന്നതിന്റെ ഒരു ലാഘവത്തോടു കൂടെ കാമുകിയെ അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് പാടാൻ പറ്റില്ല, ആ പാട്ട് നിങ്ങൾ പാടരുത് എന്ന് അദ്ദേഹം പറയായിരുന്നു. പക്ഷേ മാപ്പിളപ്പാട്ട് ചില ആളുകൾ മനസ്സിലാക്കി പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോ മമ്പുറത്ത് തങ്ങളുടെ പാട്ടാണെങ്കിൽ മ്യൂസിക് ഉണ്ടെങ്കിലും കുഴപ്പമില്ലാന്നാ, മടവൂർ ഉപ്പാപ്പാന്റെ പാട്ടാണെങ്കിൽ മ്യൂസിക് ഉണ്ടെങ്കിലും അങ്ങനെ പറ്റൂല. ഇസ്ലാമിന് അതിനുള്ള നിയമം, അതൊക്കെ പണ്ഡിതന്മാർ പറയും. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ രീതിയിൽ ഈ പറയപ്പെട്ട വിഷയത്തിൽ നമ്മുടെ ശ്രദ്ധ നന്നായിട്ടുണ്ടാവണം. നമ്മുടെ വിഷയം എന്തായിരുന്നു? എന്ത് പറഞ്ഞിട്ട് ഇത് പറഞ്ഞേ? ഖദീജമ്മ ഒരു ഭാര്യ എന്ന രീതിയിൽ ഭർത്താവിന് കൊടുത്ത സപ്പോർട്ടിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഖദീജ റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ ഫൈനാൻഷ്യൽ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്തപ്പോൾ ആ സമ്പത്ത് മുഴുവൻ എഴുതി കൊടുത്ത് കൂടെ നിന്നു. ഖദീജമ്മാന്റെ ചരിത്രം വല്ലാത്തൊരു ചരിത്രമാണ്. ഇഷ്ടത്തിന്റെ ഒരു ലോകത്തെ ഏറ്റവും വലിയ ആശിക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഖദീജമ്മാന്ന്. കൂടെ ആരാന്ന് വെച്ചാൽ ഞാൻ പറയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയും. അതിങ്ങോട്ട് മാറ്റി വെക്കാൻ കഴിയുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണോ ഒന്ന്, ഖദീജ റളിയല്ലാഹു അൻഹു ഒന്ന്, രണ്ടും കൂടെ വേർതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഒന്നാം സ്ഥാനത്ത് രണ്ടാളുണ്ട് എന്ന് പറയേണ്ടില്ല, രണ്ട് ആംഗിളാണ്. ഒന്ന് കൂടെ നിന്ന് എല്ലാം ചെയ്തു. റസൂലുള്ളാഹിന്റെ ഉമ്മാനെ പോലെ സ്നേഹിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ കൊടുക്കുന്ന സ്നേഹം കൊടുത്തിട്ടുണ്ട് ഖദീജ ഉമ്മ. സഹോദരി കൊടുക്കുന്ന സ്നേഹം കൊടുത്തിട്ടുണ്ട്, ഭാര്യ കൊടുത്തിട്ടുണ്ട്. ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ടറായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. സമൂഹത്തിൽ ആൾക്കാർ കുറ്റം പറഞ്ഞപ്പോൾ നന്നായി പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. 3 വർഷക്കാലം കോടീശ്വരനായ ഖുവൈലിദിന്റെ മകളായിട്ട് ആ കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ട് അവസാനം 3 വർഷം പച്ചിലകളൊക്കെ കഴിക്കുന്ന രീതിയിൽ എൻക്ലേവ്മെന്റ് ഉപരോധം ഏർപ്പെടുത്തപ്പെട്ട് ജീവിച്ചപ്പോഴും ഈ ഖദീജ ഉമ്മ ഒരു അക്ഷരം പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ വലിയ ചില പെണ്ണുങ്ങളൊക്കെ പറയാറ്, ഞാൻ വലിയ കുടുംബത്തിൽ നിന്ന് വന്നതാണ്, ഞാൻ മറ്റോടത്തെ ആചാരം മോളാണ്. എവിടുത്തെ ആചാരം മോള്? നിങ്ങൾ ഒരു ആചാര്യം മോളല്ല, നിങ്ങൾ അബ്ദുള്ളാന്റെ മോളാ. അബ്ദുള്ള എന്ന് പറയാ അള്ളാന്റെ അടിമ. അത് നിങ്ങളും അള്ളാന്റെ അടിമ തന്നെ. ഏതോ ഒരു അബ്ദുള്ളാന്റെ മോള്, നിങ്ങൾ ഏതോ ഒരു അബ്ദുള്ള. ഇവിടെ ഉള്ളവരൊക്കെ അബ്ദുള്ളയാണ്, എല്ലാവരും അബ്ദുള്ളയാണ്. ഒറ്റ കുട്ടിയില്ലാതെ അബ്ദുള്ളയാണ്. ഞാൻ യഥാർത്ഥത്തിൽ അബ്ദുള്ളയാണെന്ന് തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ അബ്ദുള്ള. അവൻ രക്ഷപ്പെടും. അല്ലാതെ ഞാൻ വേറെന്തോ ഞാൻ വലിയ ആളാണെന്ന് പറയുന്ന ആള് അബ്ദുള്ള ആയിട്ടില്ല. എന്താണ്? അബ്ദുൽ ഫാമിലിയാണ്. ആ വലിയ കുടുംബത്തിന്റെ അടിമയാണവൻ. ഞാൻ വലിയ മുതലാളിയാണെന്ന് പറയുന്നവൻ എന്താണ്? അബ്ദുൽ മണിയാണ്. അർത്ഥം മനസ്സിലായില്ലേ? ഞാൻ വലിയ സമ്പത്തുള്ള ആളാണെന്ന് ഒരാൾ പറഞ്ഞു, ഓന ആ സമ്പത്തിന്റെ അടിമയാണവൻ. ഞാൻ വലിയ സ്ഥാപനത്തിന്റെ ആളാണ്, ഞാൻ വലിയ ബിസിനസ് കൊട്ടാരത്തിന്റെ ആളാണെന്ന് പറഞ്ഞാൽ ഓന അബ്ദുൽ ബിസിനസ്സാണ്. ഓൻ ബിസിനസിന്റെ അടിമയാണ്, അള്ളാന്റെ അടിമയായിട്ടില്ല. അള്ളാന്റെ അടിമയാണ് നമ്മൾ. അപ്പൊ നിങ്ങൾ വലിയ സമ്പത്തുള്ളടന്ന് വന്നാണോ അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നതാണോ അതൊന്നും ഇവിടെ നോട്ടില്ല. ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി കൊടുത്തൊരു സപ്പോർട്ട് ചരിത്രത്തിലുണ്ട്. 3 വർഷക്കാലം അവിടെ ഉപരോധം ഏർപ്പെടുത്തപ്പെട്ട് ഭക്ഷണം കിട്ടാതെ ജീവിച്ചപ്പോഴേ ഒരക്ഷര ഖദീജ പറഞ്ഞിട്ടില്ല, ഞാൻ വലിയ സമ്പത്തുള്ള വീടുന്ന മധ്യന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് നിങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാലും ഞാൻ എവിടെയെങ്കിലും ഭർത്താവിന്റെ സമ്പത്ത് കുറയുമ്പോൾ എന്നോട് കണ്ണൂർ ജില്ലയിൽ ഒരാൾ പറഞ്ഞു, സാറേ കണ്ണൂർ ജില്ലയിൽ ഭർത്താവ് ഭാര്യയുടെ വീട്ടിലാണ് താമസിക്കുക, അവിടെ തന്നെ വീടെടുക്കുക, അങ്ങനത്തെ സെറ്റപ്പ് അവിടെ. അവിടുത്തെ ഒരാളെന്നോട് സങ്കടം പറഞ്ഞു, സാറേ ഞാൻ നേരത്തെ ഗൾഫിലായിരുന്നു, റിയാദിലായിരുന്നു, മൊബൈൽ കടയായിരുന്നു, പിന്നെ അവിടെ ഈ പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിട്ട് എന്താണ് നിത്താഖാത്ത് വന്ന സമയത്ത് എനിക്ക് ജോലി പോയതാണ്. ജോലി പോയിട്ട് ഞാൻ നാട്ടിലൊരു ഗുഡ്സ് ഡ്രൈവർ. ഗൾഫിൽ ഞാൻ ഉള്ള സമയത്ത് നാട്ടിൽ വരുമ്പോൾ എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരും, വലിയ സ്നേഹമായിരുന്നു എന്നെ. ഇപ്പൊ ഞാനൊരു ഗുഡ്സ് ഡ്രൈവറായിട്ട് ഇങ്ങനെ ഒരു ഷർട്ട് ഉണ്ടല്ലോ ഡ്രൈവറിന്റെ, അതൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു പുച്ഛമാണ് എൻ്റെ ഭാര്യ വീട്ടുകാർക്ക് എന്നോട്. പാലം കടക്കൂല. ആ ആണും പെണ്ണും അങ്ങനെ ചെയ്യുന്ന ആരാണെങ്കിലും പാലം കടക്കൂല. അവര് സമ്പത്തിന്റെ പേരിൽ ഒരാൾക്ക് വിലയിടാൻ പാടില്ല എന്നാണ് ഞാൻ എൻ്റെ ഒരു കുടുംബ വീട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ അവിടുത്തെ ഒരു 5-8 വയസ്സ് പ്രായമുള്ള മോനെ പിന്നെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാം. അപ്പോൾ സ്കൂളിലെ വണ്ടി അവിടെ വന്ന് കാത്തുക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ മത്സ്യം വെക്കുന്ന വണ്ടി, മത്സ്യം ഇങ്ങനെ ബൈക്കിൽ വരൂലേ, ഇവിടെ ഈ നാട്ടിലില്ലേ ബൈക്കിൽ ഇങ്ങനെ ഒരു പോന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ, പോന്നുള്ള നമുക്ക് വേണമെങ്കിൽ PP ആക്കാം, എന്നാലും സംഗതി ഇല്ലേ? ഉണ്ട്.
അപ്പൊ ഈ ബൈക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്, മത്സ്യത്തിന് അവിടെ നിൽക്കുന്നുണ്ട്. ഈ തള്ള പറയാണ് ഈ കുട്ടിനോട്, മര്യാദയ്ക്ക് പോയി പഠിച്ചോ, അല്ലെങ്കിൽ ആ മീൻകാരനെ പോലായി പോകുന്നു. മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ നീ ആ മീൻകാരനെ പോലായി പോകുന്നു. ഞാൻ ഉടനെ ചോദിച്ചാ തള്ളനോട്, വാട്ട് ഇസ് റോങ് വിത്ത് ദാറ്റ് പേഴ്സൺ? ആ മീൻകാരൻ നിങ്ങൾ എന്ത് തെറ്റാ കണ്ടത്? മത്സ്യം വിൽക്കുന്നു എന്ന് പറഞ്ഞ തെറ്റാണോ? ഒരാളുടെ ജോലി ടോയ്ലറ്റ് ക്ലീൻ ചെയ്യലാ, ജോലിയുടെ അടിസ്ഥാനത്തിൽ വിലയിടാൻ പറ്റുമോ? പറ്റില്ല. തെറ്റിപ്പോയി. ഒരാളുടെ ജോലി നോക്കിയിട്ടാണ് വിലയിടുന്ന ആൾ മോശമാണെന്ന് പറയാൻ പറ്റൂല. കുറച്ച് ഗൗരവമുള്ള വിഷയമാണത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഭർത്താവിന് സമ്പത്ത് ഉണ്ടാകുമ്പോഴും ഇല്ലാത്തപ്പോഴും മക്കളെ സമ്പത്തിന്റെ മൂല്യം പഠിപ്പിക്കണം. ഇപ്പൊ ചില കുട്ടികൾ ബ്രാൻഡ് മാനിയുള്ള ആൾക്കാരുണ്ട്. അത് യുവാക്കൾക്കിടയിലുണ്ടോ എന്ന് സംശയമുണ്ട്. ചില ആൾക്കാർക്ക് ബ്രാൻഡ് അതായത് ഇവിടെ ഒരു എംബ്ലം വേണം, ആ എംബ്ലം ഉണ്ടെങ്കിൽ 3000 രൂപ അവർ കൊടുക്കും. ഇവന് മര്യാദയ്ക്ക് ജോലിക്ക് പോകുന്നുണ്ടാവില്ല, 3000 രൂപയുടെ ഷർട്ടോ വാങ്ങും, 5000 രൂപയുടെ ഷൂവോ വാങ്ങും. ബ്രാൻഡ് മാൻ ഇത് കടയിൽ അടിക്കുന്ന ടീമില്ല, അവിടെ ഒരു എംബ്ലം കൊടുക്കുന്നുണ്ട് 3000 രൂപ. അതേ സാധനം ഇപ്പുറത്തേക്ക് വേറെ രീതിയിൽ കൊടുക്കുമ്പോൾ 2000 രൂപ. അതേ സാധനം വേറെ മോഡലൊക്കെ പറ്റിയിട്ട് ഇവിടെ 1000 രൂപേന്റെ വേറെ ഉപ്പായം കൊടുക്കും. ഇതാ കഥ. ഇതെല്ലാം എടുത്തിട്ട് കോപ്പി എടുത്തിട്ട് വേറെ ടീം 300 രൂപയ്ക്കും കൊടുക്കും. ഒക്കെ ഇടുന്നത് ഈ ചങ്ങായിന്റെ ശരീരത്തിന്റെ ഉള്ളിലാണെങ്കിലോ സ്വന്തം കാഷ്ടും മലം ഒക്കെ കൊണ്ടു കിടക്കുന്ന ഒരു ശരീരത്തിന്റെ ഉള്ളിൽ അതിന്റെ മേലാണ് ഇതൊക്കെ പൊതിച്ചത്. എന്നിട്ട് ഓൻ തോന്നുകയാണ് ഇത് പൊതിച്ചതുകൊണ്ട് എന്തോ ഒരു സംഭവമാണെന്ന്. അല്ലാതെ ഉള്ളത് നല്ല ഇസ്സത്തുള്ള വസ്ത്രം ധരിക്കണം. എന്ന് ഇമാമുൽ ഷാഫി റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നല്ല വസ്ത്രം ധരിച്ചാൽ കോൺഫിഡൻസ് കൂടുന്നു പറഞ്ഞിട്ടുണ്ട്. അതില്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് ബ്രാൻഡ് മാനിയ ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ഇത് പറഞ്ഞെന്തിനാണെന്നറിയോ? ചിലപ്പോൾ കുട്ടികൾ വന്നിട്ട് പറയും എനിക്ക് ലീ കൂപ്പറിന്റെ ഷൂ വേണമെന്ന് പറയും. ലീ കൂപ്പർ, പീറ്റർ എങ്കിളിന്റെ പാന്റ് വേണമെന്ന് പറയും. ആ ഇതിന് ഉമ്മ ആകെ വാപ്പ ഗൾഫിൽ നിന്ന് ആകെ അയച്ചിരിക്കുന്ന പൈസ എത്രയാണ്? ഒരു കുറച്ച് പൈസ 5000 രൂപ അയച്ചിട്ടുണ്ട്. 3 കുട്ടികൾക്കും ഈ ഭാര്യക്കും എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം. 5000 രൂപ അയച്ചത്, അല്ലെങ്കിൽ 8000 രൂപ അയച്ചത്. നിങ്ങൾ ഈ മോന്റെ ലീ കൂപ്പറിന്റെ ഷൂവും ഈ പീറ്റർ എങ്കിളിന്റെ പാന്റും മാനൂസന്റെ ഷർട്ട് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിനെല്ലാം കൂടി മാത്രം 9500 രൂപയാവും. അപ്പൊ ഞാൻ പറഞ്ഞത് സമ്പത്ത് ഒരു നല്ല സ്ത്രീയുടെ പ്രധാനപ്പെട്ട അടയാളമാണ്. ഭർത്താവിന്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് മക്കളെ വളർത്തുക എന്ന് പറയുന്നത് അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. എന്നിട്ട് നിങ്ങൾ മക്കൾ അധ്വാനിക്കുന്നതിന്റെ വാല്യൂ പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് ഒരു ഭർത്താവ് പ്രയാസപ്പെടുന്ന സമയത്ത് ഒരു ഭാര്യ കൊടുക്കുന്ന സപ്പോർട്ടില്ലേ, എന്റെ പെണ്ണുങ്ങളെ ഭയങ്കര വിലയാണതിന്. ഒരു ഭർത്താവ് പ്രയാസപ്പെട്ടിരിക്കുകയാണ്, സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുകയാണ്. നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ കളിയാക്കണേ, അല്ലെങ്കിൽ ഓന് വണ്ടിയൊക്കെ ഉണ്ടായപ്പോ ഭയങ്കര ആളായിരുന്നു, ഇപ്പൊ എല്ലാം പോയില്ലേ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയൊക്കെ എല്ലാവരും. അപ്പോഴാണ് ഭാര്യ, നിങ്ങളോട് അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ഭാര്യന്റെ ബാക്കി വേറെ. അവിടെ കട്ടക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ചരിത്രത്തിലുണ്ട്, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ ജബലുൻ നൂറിന്റെ മുകളിൽ കയറി. ആ ജബലുൻ നൂറിന്റെ മുകളിൽ പലരും കയറിയിട്ടുണ്ട്. കാരണം നമുക്ക് അല്ലാഹു ഒരുപാട് തവണ തൗഫീഖ് നൽകുമാറാവട്ടെ. ആഫിയത്തോടെ സയ്യും ഉംറയും ഹജ്ജൊക്കെ ഒരുപാട് തവണ ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. അപ്പൊ ആ ജബലുൻ നൂറിന്റെ മുകളിൽ കയറി, അവിടുന്ന് ആ കയറിയിട്ട് അവിടെ ചെന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വഹ്യ് ഇറങ്ങി. ആദ്യമായിട്ട് വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു, പനി വന്നു, ക്ഷീണം വന്നു. സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി അങ്ങനെ വന്നൊരു രംഗമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഖദീജ ഉമ്മാന്റെ അടുത്തേക്ക് ഓടി, പ്രിയപ്പെട്ട പ്രിയതമയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, ഖദീജ പെട്ടെന്ന് പുറപ്പെട്ട് മൂടിത്തരൂ, എനിക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ, നിങ്ങൾ എന്തിനാ അറിയാത്ത പണിക്ക് പോയത്? നിങ്ങൾക്ക് മല കയറാനൊക്കെ പണ്ടറിയോ? ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇടങ്ങേറാക്കിയില്ല. പണ്ടേ ഞാൻ തമാശക്ക് പറയുന്നൊരു കഥ ഉണ്ട്. കൊളംബസ് എങ്ങാനും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അമേരിക്ക കണ്ടുപിടിക്കുമായിരുന്നില്ല. കാരണം എന്താണെന്നറിയോ? കൊളംബസ് രാവിലെ ഒരു മാപ്പും ഒരു ബാഗ് എടുത്തിട്ട് ഇങ്ങനെ അമേരിക്ക കണ്ടുപിടിക്കാൻ പോകും. ഭാര്യ ചോദിക്കും, മനുഷ്യ നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? ഞാൻ അമേരിക്ക കണ്ടുപിടിക്കാൻ. അത് നിങ്ങൾ എന്നെ കണ്ടുപിടിക്കണം. നിങ്ങളെ മൂത്താപ്പാന്റെ മോന് മറ്റേ കൊളംബസിന്റെ മൂത്താപ്പാന്റെ മോനെ ഒരു പേര് പറ, ഒരു ആൽഫ്രഡ് ഉണ്ടല്ലോ, ആൽഫ്രഡ് വെറുതെ നടക്കല്ലേ, ആൽഫ്രഡ് കണ്ടുപിടിച്ചാൽ പോലെ നിങ്ങളെന്തിനാ ഇടങ്ങാറാവുന്നത്? എന്നാ ഒരു കാര്യം, ഉച്ചയുടെ ശേഷം പോകാം. കാരണം 2 മണിക്ക് കുട്ടികളെ ഡോക്ടറെ അടുത്ത് ബുക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. പണ്ടാറങ്ങി ഞാൻ അമേരിക്ക കണ്ടുപിടിക്കില്ല, ഒന്നും കണ്ടുപിടിക്കണില്ല, നമ്മൾ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് കൊളംബസ് അവിടെ ഇരിക്കും എന്ന് തമാശക്ക് ഒരു കഥ പറയാറുണ്ട്. ഇത് പെണ്ണുങ്ങളെ ആണുങ്ങൾ ആവശ്യമില്ലാതെ എല്ലാത്തിനും തലയിടാൻ പോകാൻ പാടില്ല. വേറെ കാര്യം, എല്ലാത്തിനും പോയി തലയിടാൻ പാടില്ല. ഇപ്പൊ ഈ യുവാക്കൾക്ക് ഒരു മാനിയുണ്ട്, എന്താ? പെട്ടെന്ന് പൈസ ഇതാക്കണം. അതിന് ഓഫർ കൊടുക്കും. ഗൾഫിൽ പോവാ, ടിക്കറ്റ് ഒരിടത്ത് തരും കമ്പനിന്റെ ആൾക്കാർ. എന്നിട്ടാ സ്വർണം കൊണ്ടുവരാം. എയർപോർട്ട് കസ്റ്റംസ് അവർ ക്ലിയർ ചെയ്യും, അവിടുത്തെ എയർപോർട്ട് അവർ ക്ലിയർ ചെയ്യും. നിങ്ങൾ സ്വർണം കൊണ്ടുവന്നാൽ മതി, 1,00,000 രൂപ, 60,000 രൂപ, 50,000 രൂപ നിങ്ങൾക്ക് കിട്ടും. ഒന്നും വരണം. അങ്ങോട്ടുള്ള ടിക്കറ്റ്, ഇങ്ങോട്ടുള്ള ടിക്കറ്റ്, അവിടുത്തെ താമസം, വിസ, എവറിത്തിങ്. നിങ്ങൾ കുടുങ്ങിയാലോ അവർ ഫൈൻ അടിച്ച് നിങ്ങൾ രക്ഷപ്പെടുത്തുകയും ചെയ്യും. വേറെ ഒന്നും നോക്കാനില്ല. നമ്മൾ വിചാരിച്ചത് പണ്ടൊരു പെൺകുട്ടി ഉണ്ടായില്ല, ഒരു പ്രാവശ്യം ഒരു കേസ് ഉണ്ടായി, 19 വയസ്സുള്ള പെൺകുട്ടി. ആ പെൺകുട്ടി സ്വർണ്ണമൊക്കെ കടത്തി. നമ്മൾ വിചാരിച്ച ആ പെൺകുട്ടി കാരാഗ്രഹത്തിൽ. ആ പെൺകുട്ടി നമ്മൾ ആ വാർത്ത വായിക്കുമ്പോഴത്തേക്ക് ഫൈൻ അടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്.
ആ ലോകം അതാണ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പല മാർഗ്ഗങ്ങളുണ്ട്. ഞാൻ പറയാണ്, സാന്ദർഭികമായി പറഞ്ഞാണ്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പോകാൻ പാടില്ല. ഇവിടെ പെണ്ണുങ്ങളോട് ഞാൻ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന സമയത്ത് ഖദീജ ഉമ്മ പറഞ്ഞ വാക്ക് എന്താണ്? കല്ലാ അബ്ശിർ ഫവല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹിമ വതസ്ദഖുൽ ഹദീഥ വതക്മിലുൽ കല്ല വതഖിറുൽ ളൈഫ വതക്സിബുൽ മഅദൂമ വതുഈനു അലാ നവാഇബിൽ ഹഖ്. ഭർത്താവ് ക്ഷീണിച്ചിങ്ങനെ വരുമ്പോൾ ഭാര്യയുടെ കോൺഫിഡൻസ് ക്രിയേറ്റിംഗ് സെന്റൻസസ് ആണിത്. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി, നിങ്ങൾ ഒരിക്കലും അള്ളാഹു വെറുതാക്കൂല, നിങ്ങൾ ആർക്കും അള്ളാഹു തആല ഒരിക്കലും പരാജയപ്പെടുത്തൂല, നിങ്ങൾ പരാജയപ്പെടൂല എന്ന് ഭാര്ത്താവിനോട് ഭാര്യ നേരെന്ന് പറയാം. എന്നിട്ടോ ഭർത്താവിന്റെ ഓരോ പോസിറ്റീവ് ക്വാളിറ്റി എണ്ണി പറഞ്ഞു. ഇന്നക ലതസിലുർ റഹിമ, നിങ്ങൾ കുടുംബത്തെ ഇഷ്ടപ്പെടുന്ന ആളാണ്, കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. വതഹ്മിലുൽ കല്ല, പാവപ്പെട്ടവർക്ക് അധ്വാനിക്കുന്ന ആളാണ്. വതക്സിബുൽ മഅദൂമ, ഇല്ലാത്തവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളാണ്. വതസ്ദഖുൽ ഹദീഥ, അങ്ങ് സത്യം പറയുന്നവരാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, യു ആർ ദ representative of the truth. അതിന്റെ അർത്ഥം നിങ്ങൾ നന്മയുടെ പ്രതിനിധിയാകുന്നു, അതുകൊണ്ട് ഒരിക്കലും പരാജയപ്പെടില്ല. അതായത് എവിടെയൊക്കെ പ്രയാസം പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായോ, ഖദീജ ഉമ്മയുടെ ഒരു തലോടൽ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഖദീജ ഉമ്മാന്റെ വഫാത്തിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റമദാൻ 10 പ്രബലമായ അഭിപ്രായം. ആ സമയം വരുന്ന സമയപ്പെടുത്തി റസൂലുള്ളാഹി ഒരുപാട് ആളുകൾക്ക് സമ്മാനങ്ങൾ കൊടുത്തേക്കും. എൻ്റെ ഖദീജ അങ്ങനെയായിരുന്നു, എൻ്റെ ഖദീജ ഇങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ഉമ്മ ജീവിതത്തിൽ അങ്ങോട്ട് വിട പറഞ്ഞ് പോയപ്പോൾ വല്ലാത്തൊരു ശൂന്യതയാണ് അനുഭവപ്പെട്ടത്. കാരണം വെറും ഒരു ഭാര്യയല്ല പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അങ്ങനെ ജീവിക്കുമ്പോൾ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ നോക്കും. ഒരു പ്രത്യേകമായ ഒരു പ്രകൃതം കണ്ടു റസൂലുള്ളാഹിക്ക്. നേരെ പിറ്റേന്ന് രാവിലെ ആവാൻ കാത്തിരിക്കും. എന്തേ? വറഖബത്തുബ്നു നൗഫലിന്റെ അടുത്തേക്കാ പോവാ. അതാരാ? വേദ പണ്ഡിതനാ, വേദത്തിൽ അറിവുള്ള പണ്ഡിതനാ. വറഖത്ത് നൗഫൽ, അബ്ദുല്ലാഹ് ഇബ്നു സലാമിനെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഈ വറഖത്ത് നൗഫലിന്റെ അടുത്തേക്ക് ഓടിപ്പോവും. എന്നിട്ട് പറയും, ഖദീജ ഉമ്മ പറയും, എൻ്റെ ഭർത്താവിന് ഒരു പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പുള്ള കഥ പറയുന്നത്, ഭർത്താവിന് ഇങ്ങനെ ഒരു സ്വഭാവം എന്തെങ്കിലും ഉണ്ടായി. അപ്പോൾ വറഖത്ത് നൗഫൽ വേദം അറിയുന്ന ആൾ മുമ്പ് പറയുന്നത്, അത് പ്രവാചകത്വത്തിന്റെ അടയാളാണ്, പ്രവാചകത്വം പ്രഖ്യാപിക്കാൻ അടുത്തിരിക്കുന്നു. ഓരോ സെക്കൻഡിലും ഭർത്താവ് മക്കക്കാർക്കിടയിൽ സർവാംഗീകൃതനായി മാറുന്നത് കാണാൻ വേണ്ടി പ്രാർത്ഥിച്ച് കൂടെ നിന്നു. മക്ക ഫത്ഹ് ആവുന്നത് കാണാൻ വേണ്ടി കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. പക്ഷേ മക്ക ഫത്ഹ് ആവുന്ന സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ ഹയാത്തിലുണ്ടായിരുന്നില്ല. എല്ലാ സന്ദർഭങ്ങളിലും ഞാൻ പറഞ്ഞല്ലോ, പട്ടിണി ഉണ്ടായപ്പോൾ കൂടെ നിന്ന് പട്ടിണി അനുഭവിച്ചു. യുദ്ധമുണ്ടായപ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ കൂടെ നിന്ന് ആ പ്രയാസങ്ങളിൽ നിന്നു. ഉപരോധം ഏർപ്പെടുത്തപ്പോൾ ഉപരോധത്തിൽ നിന്നു. പരാതി എന്ന് പറഞ്ഞില്ല. എന്നിട്ട് അവസാനം ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച് മക്കക്കാർ മുഴുവനും അംഗീകരിക്കുന്നത് കാണാൻ വേണ്ടി വല്ലാത്ത പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷെ അതിന് മുമ്പ് വഫാത്തായി പോയി. മക്കം ഫതഹായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയിൽ നിന്ന് മക്കത്തേക്ക് വരുന്നൊരു രംഗമുണ്ട്. എന്താണെന്നറിയോ? മക്കയിൽ ഈ മക്കക്കാരായ എല്ലാ ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്നത് കാണാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഇഷ്ടത്തോടെ കാത്തിരുന്നവരാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അവർ ഹയാത്തിലില്ല. പക്ഷെ റസൂലുള്ളാഹി ചെയ്തെന്നറിയോ? ജന്നത്തുൽ മുഅല്ലയുടെ ആ ഭാഗത്ത് പോയി അവിടെ തമ്പടിച്ചു. കാരണം ഖദീജ ഉമ്മായ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടല്ലാതെ മക്ക ഫതഹാക്കാൻ കഴിയില്ല. അത്രമാത്രം തൻ്റെ കൂടെ നിന്ന് താൻ ഇവിടെ എല്ലാവരും അംഗീകരിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരുന്നവരാണ് ഖദീജ, എൻ്റെ പ്രിയപ്പെട്ട ഖദീജ. ആ ഖദീജ ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് തമ്പ് കെട്ടി അവിടെ ഇരുന്ന് അവരോടുള്ള കിന്നാരൊക്കെ പറഞ്ഞ് അവരെ ചേർത്ത് പിടിച്ച് കൂട്ടിക്കൊണ്ടാണ് അള്ളാന്റെ ഹബീബ് മക്കം ഫതഹാക്കിയത്. സുബ്ഹാനല്ലാഹ്. അതെന്താ? ഭർത്താവ് വഫാത്തായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത്. നമ്മുടെ അവസ്ഥ എന്താണ്? ഭർത്താവിന് കാട്ടാ സപ്പോർട്ട് എടുക്കുന്ന ഒരു ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ എന്താ പറയാ, സാമ്പത്തികമായിട്ടോ ഇനി വേറെ ഏതെങ്കിലും നിലക്ക് എല്ലാം നിലക്കും പരാജയപ്പെട്ടാലോ ഒന്നും നോക്കാനില്ല. ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? പെണ്ണുങ്ങൾ നല്ലവരാണ്. ഭർത്താവിന്റെ അധ്വാനത്തിന്റെ മഹത്വങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. കുട്ടിക്ക് ഇത് അറിയില്ല. ഈ പുതിയ തലമുറയിലെ കുട്ടിക്ക് ആകെ എന്താ അറിയണമെന്ന് അറിയാം? ഇൻസ്റ്റഗ്രാം, ആണാവട്ടെ പെണ്ണാവട്ടെ, പിന്നെ വാട്സപ്പ്, പിന്നെ യൂട്യൂബ്, പിന്നെ വേറെ കുറേ സാധനങ്ങളുണ്ട്. എനിക്ക് വേറെ അറിയില്ല. ഗെയിമും ഒരുപാട്. ഇത് മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. ഇതൊക്കെ എന്ത് കൊടുത്തിട്ട് വാങ്ങിയതാണ്? ബാപ്പ എങ്ങനെയാണ് ഈ പൈസ ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് ദേഷ്യം പിടിച്ചോണ്ടല്ല പറയണേ. ഈ പൈസ ഒന്നും വെറുതെ കിട്ടുന്നല്ല, മരത്തിന്റെ മുകളിൽ ഇങ്ങനെ പറിച്ചതല്ല. ഇനി എന്താ അങ്ങനെ ദേഷ്യം പിടിച്ചാലല്ല അത് പറയേണ്ടത്. അത് സ്നേഹത്തിന്റെ ഭാഷയിൽ മക്കളോട് പല സമയങ്ങളിലായിട്ട് ഈ പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുക്കണം. മോനെ, നീ കണ്ടിട്ടില്ലടാ ബാപ്പാന്റെ കാലിന്റെ മുട്ടിന് വേദന ഉണ്ടായത് എൻ്റെ കുട്ടി കണ്ടില്ലേ? അതെടാ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി അധ്വാനിച്ച് അങ്ങനെ ആയതാനടാ. ബാപ്പാന്റെ ആരോഗ്യത്തിൽ ഇപ്പോൾ ചെറിയ കുറവ് വന്നിട്ടുണ്ട്. ബാപ്പാക്ക് പണ്ടത്തെ ആരോഗ്യമില്ല. അത് നമുക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് അങ്ങനെ ആയതാണ് മോനെ. നമ്മൾ ഓരോ ദിവസവും ഇവിടെ അരി വെക്കുന്നുണ്ട്, ചോറുണ്ടാക്കുന്നുണ്ട്, കറി വെക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ ഓരോ ദിവസവും
രാവിലെ അധ്വാനിക്കാൻ പോയി, അത് ഗൾഫിലാവട്ടെ നാട്ടിലാവട്ടെ എവിടെ ആവട്ടെ, അധ്വാനിക്കാൻ പോയിട്ടടാ വേറെ ഒരാളുടെ കയ്യിലുള്ള പൈസ ഉപ്പാന്റെ കയ്യിന്റെ പോക്കറ്റിൽ എത്തണം, അതിനു വേണ്ടി ബാപ്പ അധ്വാനിക്കണം. ചിലപ്പോൾ തെറി കേൾക്കേണ്ടി വരും, ചിലപ്പോൾ ചീത്ത കേൾക്കേണ്ടി വരും, കുറ്റം പറച്ചിൽ കേൾക്കേണ്ടി വരും. ഇതൊക്കെ കേട്ടിട്ടും എൻ്റെ ബാക്കിൽ ഒരു കുടുംബം ഉണ്ടല്ലോ, എന്നെ കാത്തിരിക്കുന്ന മക്കളുണ്ടല്ലോ, എന്നെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ, എൻ്റെ മാതാപിതാക്കളുണ്ടല്ലോ എന്ന ആ ഒരൊറ്റ ചിന്തയിൽ ഗൾഫിലൊക്കെ ആണെങ്കിൽ എത്രയാണ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് നമ്മുടെ ആൾക്കാർ. ഞാൻ ഇന്ന് വന്നാണ് ഗൾഫിൽ നിന്ന്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ യു എയിലായിരുന്നു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് കാണുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ. അവിടെ പ്രവാസികൾ ഇവിടെ ഉണ്ടാവും, അത്ര കഷ്ടപ്പെട്ടിട്ട് അവർ പൈസ ഉണ്ടാക്കുന്നത്. അവിടെ ഞാൻ 2009 മുതൽ ഞാൻ ഗൾഫിൽ പോകുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരു ഗൾഫിൽ ഒരു രാജ്യത്ത് ഒരു മരം ഉണ്ടല്ലോ, ആ മരം ഞാൻ കണ്ടിട്ടില്ല. മരം മനസ്സിലായില്ല, മരം പൈസ ഉണ്ടാകുന്ന അത് കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു മരമില്ല. നാളെ ചങ്ങായി തമാശക്ക് വീഡിയോ എടുത്ത് വിട്ടുന്നുണ്ട്, ദിർഹംസ് അവിടെ 500 ആയിട്ടില്ല, അത് നാളെ എടുക്കുക, ഇന്ന് 1000 എടുത്തോ. ഇപ്പൊ മരത്തുമ്പോൾ ഒരു ഒട്ടിച്ച് വെച്ചാണ്, പൈസ ഒട്ടിച്ച് വെച്ചിട്ട് തമാശക്ക് ബോധവൽക്കരണം. അങ്ങനത്തെ ഒരു മരം അവിടെ ഇല്ല, കഷ്ടപ്പെട്ടിട്ട് അവരുണ്ടാക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് പൈസ എത്ര ഉണ്ടെങ്കിലും ഒരുപാട് എക്സ്ട്രാവജൻസ് ആയി ചെലവഴിക്കേണ്ടതില്ല, ഇസ്രാഫ് പാടില്ല. മക്കൾ ആ ഒരു വാല്യൂന്ന് വളർത്തുക, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, എടാ ബാപ്പ വരുമ്പോ ബാപ്പ ജോലിക്ക് പോകുന്നത് അധ്വാനിക്കാൻ പോവാണ്. സാധാരണ നാടൻ ജോലി, കടയിലുള്ള ജോലി. നിങ്ങൾ ഒരു പെണ്ണുങ്ങളൊന്ന് പോയി നിൽക്ക്, ഒരു കടന്റെ മുമ്പിൽ പോയി നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവ് ജോലി ചെയ്യുന്നത് ലൈവായിട്ട് നിങ്ങൾ ഒരു ദിവസമെങ്കിലും കാണ്. നിങ്ങൾക്ക് സങ്കടം വരും, പക്ഷോനെ ഇങ്ങനെയൊക്കെയാണല്ലോ എൻ്റെ പുതിയപ്പള പൈസ ഉണ്ടാക്കുന്നത്, എന്നിട്ടാണല്ലോ ഞാൻ ഓരോന്ന് കൊണ്ടുവരുമ്പോൾ ഞാൻ കച്ചറ ഉണ്ടാക്കുന്നത്, ഡ്രസ്സ് അത് പോരാ, മക്കൾക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ പലപ്പോഴും ചില രംഗങ്ങൾ കണ്ടിട്ട് ഞാൻ കരയാറ്. ഞാൻ ഒറ്റയ്ക്ക് വണ്ടിയിലിരുന്ന് കരഞ്ഞു പോകാറുണ്ട്. എന്താ റോഡ് സൈഡിൽ അല്ലെങ്കിൽ വളരെ എന്താ പറയുക കല്ല് ചെത്തുന്ന ജോലി, പെയിന്റിങ് ജോലി, ഇത്ര ബിൽഡിങ്ങിന് ഹൈറ്റിന്റെ മേലൊക്കെ കയറി മുതലാളി ചൂടാവും, അല്ലെങ്കിൽ പണി പോകും. ഇങ്ങനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, കഷ്ടപ്പാട് എല്ലാ ജോലിക്കും ഉണ്ട്. ഇനി ചില ആൾക്കാർ എൻ്റെ ഭർത്താവിന് കഷ്ടപ്പാടുന്നില്ല, ഒരു AC റൂമിൽ ഓഫീസിലിരിക്കുകയാണ്. AC റൂമിൽ ഓഫീസിലിരിക്കുന്നത് കഷ്ടപ്പാടില്ലാന്ന് വിചാരിക്കേണ്ട, ചിന്ത ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. അവന്റെ ചിന്ത പുകഞ്ഞിട്ട് അവന്റെ ജോലി കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അടുത്ത മാസം ജോലിന്ന് ടെർമിനേറ്റ് ചെയ്യുവനെ. ഗൾഫിൽ ഇവിടെയുള്ള മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ അങ്ങനെ മര്യാദക്ക് പണിയെടുത്തിട്ടില്ലെങ്കിൽ ടെർമിനേഷൻ ലെറ്റർ കിട്ടും. പിറ്റേന്ന് വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പൈസ ഒന്നും ഉണ്ടാവില്ല. മൂപ്പര് നല്ല സുഖം, മൂപ്പര് രാവിലെ കാറിൽ കയറി AC ഇരുന്ന് ഒറ്റ പോക്കാണ്. അങ്ങനെ പറയണ്ട, എട്ടങ്ങറാണ് ഇവിടെ. എല്ലാ ആണുങ്ങളും അങ്ങനെ തന്നെ. ഇപ്പൊ ഒരു കസ്റ്റമറിനോട് എല്ലാവരും കടയിൽ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ വരുന്ന ആൾക്കാർക്ക് സാധനം എടുത്ത് കൊടുക്കണം. ഞാൻ അടുത്ത ആൾ വരുമ്പോൾ ചിലപ്പോൾ അയാൾ എന്തെങ്കിലും തെറി വരും, അത് കേൾക്കണം. ആർക്ക് വേണ്ടി ഈ തെറി കേട്ട? അയാൾ ഒറ്റയ്ക്ക് ജീവിക്കാനാണോ? അല്ലല്ലോ. അത് ആ കുടുംബത്തിന്, മാതാപിതാക്കളെ, മക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയില്ല ഈ തെറി കേൾക്കുന്നത്. എല്ലാം അധ്വാനം അറിഞ്ഞ് ടീച്ചേഴ്സ് എത്ര ശബ്ദമാണ് അവർ ചെലവഴിക്കുന്നത്, ഉസ്താദുമാര് എത്ര ശബ്ദമാണ് അവർ ചെലവഴിക്കുന്നത്. അധ്വാനമാണത്, വലിയ അധ്വാനമാണത്. ഈ വാല്യൂ എൻ്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങള് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മക്കളെ, നമ്മുടെ ഉപ്പ രാവിലെ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ കുട്ടികൾ ബാപ്പാന്റെ ചെരുപ്പൊന്ന് എടുത്തു വെച്ചു കൊടുക്കണം, ബാപ്പാന്റെ പൊരുത്തം എൻ്റെ കുട്ടികൾക്ക് കിട്ടും എന്ന് പറയണം. ബാപ്പാന്റെ പൊരുത്തം വാങ്ങണം, ബാപ്പാന്റെ പൊരുത്തമുള്ള കുട്ടികളാവണം. എന്തെങ്കിലും സ്വഭാവത്തിൽ മോശമുണ്ട്, അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് വാപ്പ മോശമാണെന്ന് പറയരുത്. അതെല്ലാവർക്കും മോശത്തരം ഉണ്ട്. നമ്മൾ ആരും പരിപൂർണ്ണരൊന്നുമല്ല. എനിക്ക് എൻ്റെ വീക്ക്നെസ് ഇല്ലേ? ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക്നെസ് ഇല്ലേ? ഉണ്ട്. ഞാൻ എൻ്റെ ഭാര്യയോട് എൻ്റെ മക്കളോട് ഞാൻ എന്താ പറയേണ്ടത്? എൻ്റെ ഭാര്യയുടെ മഹത്വമാണ്. എൻ്റെ മക്കളോട് ഞാൻ പറയേണ്ടത് എൻ്റെ ഭാര്യയുടെ മഹത്വമാണ്. എൻ്റെ മക്കളോട് ഒരു പെണ്ണ് പറയേണ്ടത് എന്താ? എൻ്റെ ഭാര്യ എൻ്റെ മക്കളോട് എന്താ പറയേണ്ടത്? ബാപ്പാന്റെ മഹത്വമേ പറയാൻ പാടുള്ളൂ. ആ രീതിയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കുന്നില്ല, ചുരുക്കി കൊണ്ടുവരാം.